ഡിവിഷൻ ഇനി താങ്കൾക്ക് തുടങ്ങാം. ഇന്ന് ശരിക്കും യഥാർത്ഥത്തിൽ 3 പേരും കടുകട്ടിയായിട്ട് തന്നെ സംസാരിച്ചു. ഇരട്ട താപ്പൻ എന്നൊരു പുതിയ പേരും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. വി.ഡി. സതീശൻ. അപ്പൊ ശ്രീജിത്ത് പറഞ്ഞിരുന്നത് തുടങ്ങാം. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഡീൽ ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞതെങ്കിൽ ഇന്ന് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് അതിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തെങ്കിൽ ഇന്ന് അതിൽ നിന്ന് മാറി അദ്ദേഹം മറ്റൊരു ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് PR ഏജൻസിയെ വെച്ച് നുണപ്രചരണം നടത്തുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ്. SKN PR ഏജൻസിയെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പാഠപുസ്തക വിതരണം നേരത്തെ നടത്തി ഇതിനെ വിമർശിച്ചുകൊണ്ട് തുഗ്ലക് പരിഷ്കാരം എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ അന്ന് വി ശിവൻകുട്ടി അതിന് മറുപടി പറഞ്ഞത് ലക്ഷങ്ങൾ മുടക്കി PR ഏജൻസിയെ നിർത്തിയത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയായി കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുക്കുന്നില്ല എന്നാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും അവർ ഈ തെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ PR ഏജൻസിയെ വെച്ച് അവരുടെ പ്രതിച്ഛായ ഉയർത്താൻ ശ്രമിക്കുന്നു എന്നത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അകപ്പെട്ട ഒരു വിവാദം താങ്കൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങളിൽ അന്ന് PR ഏജൻസി തന്ന വിവരങ്ങളാണ് ഞങ്ങൾ കൊടുത്തതെന്ന് ഹിന്ദു മാനേജ്മെന്റ് പറയും. അത് അദ്ദേഹത്തെ കൊടുക്കുകയും ചെയ്ത സംഭവങ്ങൾ അറിയാം. ഇനി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ റീബ്രാൻഡ് ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള ഒരു PR ഏജൻസി ഏൽപ്പിച്ചു എന്ന വിവരവും പുറത്തു വന്നിട്ട്. അതുകൊണ്ട് PR ഏജൻസിയെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധമാണ് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ. ഈ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾ PR ധാരാളമായി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കേൾക്കുന്ന ടാഗ് ലൈനുകൾ, ഈ പറയുന്ന വാക്കുകൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അത് രാഷ്ട്രീയ ബുദ്ധിയിൽ നിന്ന് വരുന്നതാണോ കാശ് കൊടുത്ത് വാങ്ങുന്ന PR ബുദ്ധിയാണോ സംശയമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു KR ഗോപികൃഷ്ണൻ പറഞ്ഞു ഇന്നത്തെ ട്രസ്റ്റ് PR അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേർക്കുന്നവർ പറയുവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നുണ പറയുന്ന ഒരാളാണ്, അദ്ദേഹം ഗൂഢസംഘത്തെ വെച്ചുകൊണ്ട് നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരാളാണ് എന്ന് പറയാണ്. SKN അക്കാര്യം തന്നെ എടുത്താൽ അത് നേരത്തെ ആശ്രയിത്ത് പറയുന്ന പോലെ ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറയുന്നതല്ല. തുടക്കം മുതൽ തന്നെ CPM കൊണ്ടുവരുന്ന ഒരു നറേറ്റീവാണ്. എന്താണ്, പ്രതിപക്ഷ നേതാവ് നുണ പറയുന്ന ആളാണ്, നുണേശൻ എന്ന പദാവലിയൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ. SKN ഈ ക്രെഡിബിലിറ്റി തകർക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും ലോകത്തെമ്പാടുമുള്ള തന്ത്രമാണ്. അതിപ്പോ എന്താണ്, ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ മാധ്യമങ്ങൾ വിശ്വാസമില്ലാത്തവർ എന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറയുന്നത്, എന്താണ് കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘഹാൻഡലുകളിൽ മാധ്യമങ്ങളെ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വന്നാൽ മാപ്രകൾ എന്ന് വിളിക്കുന്നത്, അവിടെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് അധിക്ഷേപിക്കുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ മോശമാണെന്ന് പറയുന്നതല്ല, ഇതൊക്കെ എതിർവശത്ത് നിൽക്കുന്ന ആളുടെ തകർക്കുക. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എതിർവശത്ത് നിൽക്കുന്ന ആളുടെ അല്ലെങ്കിൽ അധികാരത്തോട് ചോദ്യം ചെയ്യുന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റി തകർക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം അവിടെയുണ്ട്. അത് ലോകത്ത് എല്ലാ കാലത്തുള്ള തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ ഭാഗമായുള്ള വളരെ ബോധപൂർവമായ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 2-3 മാസം മുമ്പേ സോഷ്യൽ മീഡിയയിൽ തുടങ്ങി അതിങ്ങനെ വന്ന് സ്പോണ്ടേനിയസ് ആയി എന്ന് പറഞ്ഞല്ല, അത് ഓൺഗോയിങ് നറേറ്റീവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.